എടുത്തു ചാടിയ ആ നരസിംഹമൂർത്തിയുടെ താണ്ഡവം സാക്ഷാൽ മഹാദേവൻ വിഷ്ണുവിൽ ആവേശിച്ച 3:45 വിനാഴിക സമയം ആ സഭയിൽ ഓരോ ചവിട്ടുന്ന സമയത്തും ഭഗവാന്റെ പാദസ്പരിശം ആ പ്രളയകാലത്തിലെ അന്ധകാന്തകനെ പോലെ കിട്ടുകിട്ട് പിറക്കുന്നു പ്രപഞ്ചം മുഴുവനും. അങ്ങനെ മറുഭാഗത്തേക്ക് ചാടുന്ന സമയത്ത് അവിടെ നിന്നും ക്രോധാവേശത്തോട് ഇത് കണ്ട ഹിരണ്യകശിപു ഈയാമ്പാറ്റ തീയിലേക്കെന്നതുപോലെ ക്രോധത്തോടുകൂടി ഉരുട്ടിയ കണ്ണുമായിട്ട് ഈ സത്വത്തെ കണ്ട് പരിഭ്രമിച്ച് ചാടി വരുന്നു. പിടികൊടുക്കാതെ ഭഗവാൻ ആ മറുഭാഗത്തൂടെ ഒരു ചാട്ടം അങ്ങോട്ട് കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാ. പകല് കഴിയണം, രാത്രി ആവാനും പാടില്ല. ഇതിനിടയിലുള്ള സന്ധ്യയാണ് ഭഗവാൻ തെരഞ്ഞെടുത്തത്. തിരിച്ച് കുറച്ചു സമയം ഇങ്ങനെ കഴിഞ്ഞതോടുകൂടി കയറി ഇങ്ങനെ പിടിക്കുന്നു. പിന്നെ ഒട്ടും താമസമില്ല, പിടിച്ച് വലിച്ച് ആ പുറത്തേക്ക് സഭയിൽ നിന്നും പുറത്തേക്ക് എടുത്തു ചാടുകയാണ്. എടുത്തു ചാടിയിട്ട് എവിടെ പോകുന്നില്ല കേട്ടോ. അപ്പോഴത്തേന് ഉമ്മറപ്പടിയിൽ ഇങ്ങനെ അമർന്നങ്ങനെ ഇരുന്ന് തന്റെ മടിത്തട്ടില് രണ്ട് കൈ കൊണ്ട് അമർത്തി പിടിച്ചു. ആ കാലിന്റെ ഭാഗവും കഴുത്തിന്റെ കീഴ്പോട്ടായിട്ട് അമർത്തി ഇങ്ങനെ പിടിക്കുക. രണ്ട് കൈ കൊണ്ട് അമർത്തി പിടിച്ചു. ഇപ്പൊ എന്തായെന്നറിയോ, അകത്തുമല്ല പുറത്തുമല്ലാത്തത് ഒന്നുണ്ടെന്ന് ബോധ്യായി. ആ ഉമ്മറപ്പടി എന്ന് പറയുന്നത് അത് അകത്തും പെടില്ല പുറത്തും പെടില്ല. കാര്യങ്ങളൊക്കെ സത്യമാക്കിക്കൊണ്ടിരിക്കുക. ദേവന്മാര് നേരിട്ടല്ല, അസുരന്മാരല്ല, മൃഗങ്ങളല്ല, ത്രിമൂർത്തികൾ നേരിട്ടല്ല, വാക്കുകളെ മുഴുവൻ സത്യമാക്കിക്കൊണ്ട് ആ ക്രോധത്തോടു കൂടിയിട്ട് മാറിടത്തില് തിളച്ചു പൊങ്ങുന്ന രക്തത്തോടു കൂടിയിട്ട് കത്തിജ്വലിക്കുന്ന കണ്ണുമായിട്ട് ഭഗവാനെ നോക്കുന്നു. ഭഗവാൻ അതിലധികം ക്രോധത്തോടുകൂടി ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വരന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഭഗവാന്റെ ആ കൂർത്തുമൂർത്ത നഖങ്ങളോടുകൂടിയിട്ടുള്ള രണ്ട് കൈകൾ ഇങ്ങനെ ഉയർത്തിയിട്ട് ആ കത്തിജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി ഒരു നോട്ടങ്ങനെ നോക്കി ഒരു ശബ്ദത്തോടു കൂടിയിട്ട് ആ മാറിടത്തിലേക്ക് ഇങ്ങനെ ഇറക്കി ഇങ്ങനെ വെക്കുന്നു. നഖം കൊണ്ടാണ്, കയ്യുമല്ല, ആയുധവുമല്ല, ഉണങ്ങിയതുമല്ല, പച്ചയുമല്ലാത്ത ആ നഖങ്ങനെ ഇറക്കിയത് കൊണ്ട് അത്രയും വേണ്ടി വന്നിട്ടുള്ളൂ. മാറിടം കീറിപ്പിളർന്നു, രക്തം തിളഞ്ഞു പൊങ്ങുമ്പോൾ അത് തന്നിലേക്ക് ലയിപ്പിച്ചു പ്രളയമുണ്ടാകാതിരിക്കാൻ. കുറച്ച് കഴിയുമ്പോഴേക്കും ആ കൈ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴാണ് കുടലുമാലകളൊക്കെ ആ ദംഷ്ടമുകളിലേക്ക് വലിച്ചിട്ട് ആ ശരീരത്തെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് താണ്ഡവ നൃത്തം ചെയ്യുന്നു. സമാധാനിപ്പിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. ബ്രഹ്മദേവനൊക്കെ പേടിച്ച് കിടുകിട വിറച്ചു. മാറി നിൽക്കുന്ന സമയത്ത് എങ്ങനെയാ ശാന്തമാക്കുക, ഇനി വേറെ വഴിയില്ലല്ലോ എന്ന് വിചാരിച്ചു. ലക്ഷ്മി ദേവിയെ കൂട്ടിക്കൊണ്ടുവന്നു. ലക്ഷ്മി ദേവി പറഞ്ഞു, ഇത് എന്റെ ആളല്ല, ഈ രൂപം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പരിഭ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഹ്ലാദനെ തൊട്ടു. പ്രഹ്ലാദൻ വിചാരിച്ചാലേ രക്ഷയുള്ളൂ. പ്രഹ്ലാദനെ തൊട്ടപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പരിഭ്രമിക്കാത്ത പ്രഹ്ലാദൻ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹൃദയം പൊട്ടി വിളിച്ചുകൊണ്ട് ആ നരസിംഹമൂർത്തിയുടെ പാദത്തിൽ ഒരു സാഷ്ടാംഗം